അടിമാലി മണ്ണിടിച്ചൽ ദുരന്തബാധിതരുടെ സമരം 18ാം ദിവസത്തിലേക്ക്. അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്ന സമരപന്തൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു. കുടുംബങ്ങളുടെ ന്യായമായ അവകാശം ലഭിക്കുന്നതുവരെ സമരക്കാർക്കൊപ്പം അണിനിരക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുണ്ടായ അടിമാലി മണ്ണിടിച്ചിലിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ രാപ്പകൽ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. ഈ അവസരത്തിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിച്ചത്. കുടുംബങ്ങൾക്ക് ന്യായമായ അവകാശം ലഭിക്കുന്നതുവരെ ഡിവൈഎഫ്ഐ സമരക്കാർക്കൊപ്പം അണിനിരക്കുമെന്നും തുടർ ദിവസങ്ങളിൽ കുടുംബങ്ങൾക്കൊപ്പം സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. അതേസമയം UDF സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യാതൊരു ശ്രമവും നടത്തുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കമ്പനിയെ കൊണ്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ടും ഇടപെടിക്കേണ്ടുന്ന ഒരു വിഷയത്തിനകത്ത് ഇടുക്കിയുടെ MP ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ, നാടിനോടുള്ള പ്രതിബദ്ധത തെളിയിക്കാതെ, 30-ലധികം വരുന്ന കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ട് അവരെ ഏതെങ്കിലും നിലക്ക് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു ചുവട് പോലും വയ്ക്കാതെ ഇപ്പം ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെന്റ് ആ UDF ഗവൺമെന്റിൽ ഇടപെടുവിക്കുന്നതിനോ അങ്ങനെ ഇടപെടുവിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ശ്രമവും നടത്തുന്നില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. സ്ഥലം MLAയും സ്ഥലം MPയും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പഞ്ചായത്ത് അധികൃതർ നിരുത്തരവാദപരമായി സമരസമിതിയിലെ ആളുകളെ അധിക്ഷേപിക്കുന്ന രൂപത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 25-നായിരുന്നു അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരന്തം. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ദുരന്തം വിതച്ചത്. മണ്ണിടിഞ്ഞ് 9 വീടുകൾ പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായും തകർന്നു. 14 കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ നൽകിയെങ്കിലും സർക്കാർ ശുപാർശ അംഗീകരിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി S. സുധീഷ്, ബ്ലോക്ക് സെക്രട്ടറി തേജസ് K. ജോസ്, ബ്ലോക്ക് പ്രസിഡന്റ് ഷംനാസ് പുളിക്കൽ എന്നിവർ അടങ്ങുന്ന സംഘമാണ് സമരപ്പന്തൽ സന്ദർശിച്ചത്. കൈരളി ന്യൂസ്, ഇടുക്കി.